ഭാഷാപരത്തെ സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവിന്റെ ശക്തി ഒഴുകുന്ന സമയമാണ്. സ്വർഗീയ സൈന്യങ്ങളോട് ചേർത്തുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ മാലാഖമാരുടെ കൂടെ അങ്ങേ സ്തുതിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്തിന്റെ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ദൈവാനുഭവം പ്രാപിച്ച എല്ലാ മക്കളെ ഓർത്തുകൊണ്ട് ഇപ്പോൾ വേദനിക്കുന്നവരെ, ഇപ്പോൾ കരയുന്നവരെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. കർത്താവേ, അങ്ങ് ആശ്വാസത്തിന്റെ വലത് കരം, അങ്ങ് സൗഖ്യത്തിന്റെ വലത് കരം, അങ്ങ് സ്നേഹത്തിന്റെ വലത് കരം അടിപ്പിടർ പോലെ, വൈദ്യാഘാതം പോലെ ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലും കർത്താവിന്റെ ശക്തി കൊടുക്കട്ടെ, കർത്താവിന്റെ ശക്തി കൊടുക്കട്ടെ, കർത്താവിന്റെ ശക്തി കൊടുക്കട്ടെ, കർത്താവിന്റെ ശക്തി കൊടുക്കട്ടെ, കർത്താവിന്റെ ശക്തി കൊടുക്കട്ടെ. ശ്രുതിക്കട്ടെ, 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 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട്, കൈകൾ വീശിക്കൊണ്ട് ദൈവപൈതലേ, നിന്റെ കൈകൾ കൂപ്പിക്കൊണ്ട്, നിന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് നിന്റെ അകക്കണ്ണിൽ നിന്റെ കർത്താവിനെ കാണും. ദൈവപൈതലേ, മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിന്നെ വിളിച്ചത് നിന്റെ കർത്താവാണ്. നിന്നെ ഈ മഴക്കാലത്ത് തോരാതെ മഴ പെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിലെ തോരാത്ത കണ്ണീരിൻ്റെ കാലമാണിത്. ഭവനരഹിതര്, വീടില്ലാത്തവര്, സമാധാനമില്ലാത്തവര്, മക്കളില്ലാത്തവര്, ഭാര്യാഭർത്താക്കൾ അകന്ന് താമസിക്കുന്നവർ, ജപ്തി ആയിപ്പോയിക്കൊണ്ടിരിക്കുന്നവര്, ജീവിക്കാൻ മാർഗമില്ലാത്ത തൊഴിൽ നഷ്ടപ്പെട്ടവര്, മാരക രോഗികള് കണ്ണീരോടെ കർത്താവിന്റെ ദിശയെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്നെ സ്പർശിക്കുകയും നിന്നെ ആശ്വസിപ്പിച്ച് നയിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളാണിത്. മൗനമായി പ്രാർത്ഥിക്കേണ്ട ദൈവപൈതലേ, നീ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത്? കർത്താവ് എന്തിനാണ് നിന്നെ വിളിച്ചത്? നിൻ്റെ അവസ്ഥ എന്താണ്? നിനക്ക് വിടുതൽ വേണ്ട മേഖലകൾ എന്താണ്? ആരാണ് നിന്നെ ഭീഷണിപ്പെടുത്തുന്നത്? ഏത് കേസിലാണ് നീ പെട്ടിരിക്കുന്നത്? എന്താണ് നിൻ്റെ ഉറക്കം കെടുത്തുന്നത്? എന്താണ് നിൻ്റെ പ്രഷർ കൂട്ടുന്നത്? നീ ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധി കണ്ണീരോടെ യാചിക്കുന്നത്? അതിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കട്ടെ. അമ്മ, പരിശുദ്ധമ്മ, ദേവമാതാവ്, ഈ നിമിഷം കൃപാസന ജീവിത ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട ജീവനുള്ള അമ്മ നിനക്ക് വേണ്ടി ഇപ്പോൾ ദിവ്യകാരുണ്യത്തോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന സമയമാണ്. നീ മൗനമായി പ്രാർത്ഥിക്കട്ടെ, ഭക്തിയോടെ പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുന്നതിന് നീ എത്രയും വേഗം സാക്ഷ്യം പറയാൻ നിനക്ക് കഴിയുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ നന്ദി. കൈകൾ കൊപ്പി കണ്ണുകളടച്ച് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എത്രയോ വെളുപ്പിനെയാണ് നീ എഴുന്നേറ്റത്. ഇന്നലെ ഉറങ്ങാതെ പോലും കുത്തിയിരുന്ന് വണ്ടി പിടിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. അമ്മയോട് നിന്റെ കണ്ണുനീര് പറഞ്ഞ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മധ്യസ്ഥം യാചിക്കാനാണ്. അത് നടക്കും ദൈവപൈതലേ. നിന്നെ കർത്താവിനും കൈയോടെ പറഞ്ഞു വിടത്തില്ല.
ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ ജീവിത വഴികൾ പിടഞ്ഞു വീഴുമെന്ന് കർത്താവ് പറഞ്ഞു. അതാണ് നിന്റെ കർത്താവ്. നീ വീഴാനോ നീ തകരാനോ ആഗ്രഹിക്കാത്ത നിന്റെ ദൈവം നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ. നീ നിത്യമായി ജീവിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, നിനക്ക് വേണ്ടി തിരുരാൽ മുറിവേറ്റവൻ, നിനക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവൻ. അവൻ നിന്റെ ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. നിന്റെ ഉന്നതമായ വിജയകരമായ വലതുകരത്താൽ നിന്നെ കോരിയെടുത്ത് അരുളി ചെയ്യുന്നു, നീ വിജയിക്കുമെന്ന്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പൂർണ്ണതേ സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതേ സന്തോഷമേ. എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുക. കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛനെ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വചനങ്ങൾ നിന്നോട് സംസാരിക്കുന്ന ദൈവത്തെയാണ് നീ കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുന്നതിന് വേണ്ടി നീ നിന്നെ തന്നെ പ്രാർത്ഥിച്ചൊരുക്കണം. പരവിചാരം കൂടാതെ കേൾക്കണം. ഇത്തരം ബുദ്ധിമുട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ആ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും തന്നെ നിൻ്റെ പ്രാർത്ഥനയാക്കി നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കണം. നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് ഇരിക്കാനൊരു കസേര കിട്ടിയിരുന്നെങ്കിലെന്ന് അവർ ഓർക്കുന്നുണ്ട്. കസേര കിട്ടിയാലും നമുക്ക് സ്ഥലമില്ലാത്തൊരവസ്ഥയുണ്ട്. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നമുക്ക് സ്ഥലമില്ല. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അമ്മ ആഗ്രഹിക്കണത്. നമുക്ക് പുറത്ത് കുറേ സ്ഥലങ്ങളുണ്ട്. വേണമെങ്കിൽ 10,000-3000 പേർക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങൾ വരെ നമുക്കുണ്ട്. പക്ഷെ അവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലല്ലോ. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത്, ഈ കൊച്ചു സ്ഥലത്താണ്. നീ ഇവിടെ ഒരു കാലിൽ നിന്നാൽ പോലും നിനക്ക് അഭിഷേകമാണ്. കൈയടിച്ച് കർത്താൻ ഉടമ്പടിയുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളാണ് ഉടമ്പടിയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾ ഉടമ്പടി എടുത്താലും ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് പുതിയ പ്രതിസന്ധികളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയ പ്രതിസന്ധികളെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദൈവമേ ഞാൻ ഉടമ്പടി എടുത്തില്ല, എന്നിട്ടും എനിക്കെന്താണ് ഇങ്ങനെ ഒരു പരീക്ഷണം വരണത് എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നാം. ഇതെന്താ വിഷയമെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. നമ്മൾ പഠിക്കുന്തോറും ടെൻഷനല്ലേ അല്ലേ? പഠിക്കുന്തോറും ടെൻഷനാണ്. ഈ പരീക്ഷയ്ക്ക് എന്നാ ടെൻഷൻ തീരണത്? പരീക്ഷയ്ക്ക് എന്നാണ് ടെൻഷൻ തീരണത്? 1ാം ക്ലാസ് വെച്ചിട്ട് പരീക്ഷ ഉണ്ടായത് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് 2ാം ക്ലാസ്സിൽ തീർന്നില്ലല്ലോ. 2ാം ക്ലാസ്സിൽ പരീക്ഷ ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ PhDക്ക് പോകുമ്പോഴും അവിടെ പരീക്ഷ ഉണ്ട്, ടെൻഷനുണ്ട് ഇല്ലേ? അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉയരുന്നതനുസരിച്ച് ഈ ടെൻഷൻ ബൈ ടെൻഷനാണ് നമ്മൾ ദൈവത്തിൽ ഉയർന്നു വരണത്. ടെൻഷൻ ബൈ ടെൻഷനാണ്. അപ്പോൾ ഈ ടെൻഷനെ മാറ്റി നിർത്തിയിട്ട് ഒരു ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ അനുഭവിക്കുന്നതിന് ടെൻഷനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പോസിറ്റീവായിട്ട് വേണം. കാര്യം ഞാൻ ഈ ടെൻഷൻ്റെ ആളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് തന്നെ ഈ ടെൻഷൻ്റെ പ്രോബ്ലം ഉണ്ട്.
എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യണമെന്ന് വീട്ടിൽ പറഞ്ഞാൽ മതി, അത് ചെയ്ത് തീരണവരെ എനിക്ക് സമ്മാനം കിട്ടത്തില്ല. ചെയ്ത് തീരണവരെ എനിക്ക് സമ്മാനം കിട്ടത്തില്ല. അപ്പം ഞാനെന്ത് ചെയ്യും? എനിക്കങ്ങനെ വലിയ കൂട്ടുകാരൊക്കെ ഒന്നുമില്ല ഇങ്ങനെ നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ ഉള്ള. എൻ്റെ ഒരു പഠനകാലം വെച്ച് കഴിഞ്ഞാൽ അത്ര കണ്ട് നല്ലൊരു കാലമല്ല, സപ്പോർട്ട് കുറവായിരിക്കും. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഒത്തിരിയേറെ കസിൻസും അങ്ങനെ ഒന്ന് കസിൻസൊക്കെ എനിക്കുണ്ട്, പക്ഷെ ഉള്ള അകലെയാണ് അവരൊക്കെ, അടുത്തൊന്നുമല്ല. അതുകൊണ്ട് ഡയറക്റ്റ് പേഴ്സണൽ സപ്പോർട്ട് കിട്ടത്തില്ല. അപ്പനാണെങ്കിൽ അപ്പൻ അധികം സംസാരിക്കുന്ന ആളല്ല, അപ്പൻ കൽപ്പിക്കുന്ന ആളാണ്, പക്ഷെ സ്നേഹിക്കും, അടുപ്പമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അപ്പൻ ക്ഷിപ്രകോപിയാണ്. അപ്പം അതിന് എക്സ്ട്രാ ടെൻഷൻ ഉണ്ടാകും. പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് തീർന്നില്ലെങ്കിൽ അതിന് എക്സ്ട്രാ ടെൻഷൻ. അപ്പം നമ്മളെന്ത് ചെയ്യും? ഈ ടെൻഷനെല്ലാം കുഞ്ഞുനാൾ തന്നെ അറിയാവുന്ന പ്രാർത്ഥനകളിലേക്ക് ഈ പ്രാർത്ഥന ടെൻഷനെല്ലാം പ്രാർത്ഥനയുടെ ഒരു ചാലിലൂടെ എടുക്കും. അങ്ങനെയാണ് ഞാൻ ഈ കർത്താവിൻ്റെ മാലാഖ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ ഞാൻ കൊന്തയിൽ എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഫിക്സ് ചെയ്യണേ? എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ രൂപമാണ് ജപമാല എന്ന് പറയണത്. അപ്പം അത് അന്ന് ഞാൻ അറിയാതെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് വിശ്വസിച്ചല്ല പ്രാർത്ഥിക്കണത്, സ്നേഹിച്ചാണ് പ്രാർത്ഥിക്കണത്. പ്രാർത്ഥനയുടെ ഒരു വ്യത്യാസം വന്നുപോയി. ഈ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകണം. നമ്മൾ പണ്ട് വിശ്വസിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരേ സാധനം തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്നതും ഇന്ന് ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. പണ്ട് നമ്മൾ വെള്ളം കുടിച്ചിരുന്നത് ദാഹം കെടാൻ വേണ്ടിയാണ്, അല്ലേ? ഇന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകരുത്, പിന്നെ കിഡ്നിയുടെ പ്യൂരിഫിക്കേഷൻ ഉണ്ടാകണം. ഇപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്കറിയാം. ഇപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൂടുതൽ അറിയാം, കാര്യം അവരുടെ സിലബസ് എല്ലാം കുറച്ചുകൂടി മെച്ചമായ സിലബസാണ്. അപ്പോൾ വെറുതെ വെള്ളം കുടിക്കണതല്ല, അവരതാണ് വാട്ടർ ബോട്ടിൽ കൂടെ നടക്കണത്. അതാണ് പിള്ളേരുടെ എല്ലാവരുടെ കയ്യിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ, അവർ കുടിക്കുകയും ചെയ്യും കൃത്യമായിട്ട്. അവരുടെ തൊലിയൊക്കെ മിനുങ്ങിയിരിക്കണതിൻ്റെ കാര്യം എന്താണ്? വെള്ളം കുടിക്കണതാണ്. നമുക്ക് തൊലി മിനുങ്ങണത് നമുക്ക് വെള്ളം കുടിക്കുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തില്ലായിരുന്നല്ലോ, ഇല്ലേ? നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലിറ്ററിങ് ആയിട്ടിരിക്കുന്നത് വെള്ളം കുടിക്കണമായിട്ട് നമ്മൾ കണക്ട് ചെയ്തില്ല. സൗന്ദര്യത്തെ പോലും നമ്മൾ വെള്ളം കുടിക്കണമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. ദാഹം വരുന്നു, വെള്ളം കുടിക്കുന്നു. ഇപ്പം സൗന്ദര്യവും വെള്ളവുമായിട്ടല്ലേ ഏറ്റവും കൂടുതൽ. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവരും പറയും വെള്ളം കുടിക്കാൻ പറയും, ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പറയും. തൊലിയൊക്കെ ഇങ്ങനെ ഉണങ്ങി ഡ്രൈ ഹൈഡ്രേറ്റഡ് ഇരിക്കുമ്പോൾ തന്നെ ആൾ കറുത്തു പോവും. ആൾ വെളുത്തു വരാൻ വേണ്ടി വെള്ളം കുടിക്കാൻ പറയും. അപ്പോൾ വെള്ളത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് മാറിയില്ലേ, ഇല്ലേ? പണ്ട് ദാഹത്തിന് മാത്രം നമ്മൾ കുടിച്ചു, ഇപ്പം നമ്മൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി കുടിക്കുന്നു. ഈ ഒരു ഫോർമാറ്റ് ചേഞ്ചിങ് ആധ്യാത്മികതയിൽ വരണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ സ്നേഹിച്ച് പ്രാർത്ഥിക്കണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റർ 1-2 ദിവസം ഇവിടെ സാക്ഷ്യത്തിനത് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്നപ്പോൾ കർത്താവ് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ആൾക്കാരോട് സംസാരിക്കും. എൻ്റെ കുർബാന ഉള്ള ദിവസങ്ങളൊക്കെ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ച് രാത്രിയും പകലൊക്കെ ഒരുങ്ങിയാണ് വരുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ആൾക്കാരുടെ മുമ്പ് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് ദൈവിക രഹസ്യങ്ങൾ, കാര്യം നമ്മുടെ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര ട്രഷറാണിത്, പക്ഷേ ഭയങ്കര പ്രാക്ടിക്കലുമാണ്. ഈ ബൈബിളിൻ്റെ വചനങ്ങൾ അറിഞ്ഞ് ആപ്ലിക്കേറ്റ് ചെയ്താണ് നമ്മളിത് ദൈവത്തിൽ ഉയർന്ന് വളർന്നൊക്കെ വരണത്. അപ്പം അതുകൊണ്ട് ബൈബിളൊക്കെ കേൾക്കുമ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. അത് എന്നെ ബാധിക്കുന്ന പ്രശ്നം. ഞാൻ കുർബാനത്തിൻ്റെ പറയില്ല, കുർബാനയ്ക്ക് വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കത്തില്ല. അവരവർക്കും കുർബാനയുടെ മെയിൻ സംഭവം വാഴ്ത്തും കോൺസെക്രേഷനാണ്. എൻ്റെ കോൺസെക്രേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കും. എവങ്കേലിയോ പോലും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. കാര്യം കുർബാനയിൽ ഇതെല്ലാം ഒരുപോലെയാണ്. എവങ്കേലിയും മുറിക്കണതും വചനം മുറിക്കണതും കർത്താവിൻ്റെ ശരീരം അൾത്താരെ മുറിക്കണതും രണ്ടും ഒരേ പ്രോസസ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ
വചനപ്രഘോഷണത്തിൽ ഇപ്പം വചനാധിഷ്ഠിതമായിട്ടാണ് ആ അച്ഛൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊതിയോടുകൂടി കേട്ടിരിക്കണം. വചനം എപ്പോഴും ഓരോ ടൂളാണ്. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിൻ്റേതായിട്ടുള്ള. അത് എങ്ങനെ ആപ്ലിക്കേറ്റ് ചെയ്യണത്? ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നമ്മൾ ചമ്പക്കുളത്ത് നിന്നൊരു സഹോദരി ഒരു റോസ് ബെന്നി എന്നും പറഞ്ഞൊരു മോളെ സാക്ഷ്യം പറഞ്ഞു. നമ്മുടെ കൃപാസനം നമ്മൾ ഒരുമിച്ച് വളരുകയാണ്. അപ്പോൾ നമ്മൾ സാക്ഷ്യത്തിലാണ് വളരുന്നത്. എനിക്ക് ഭയങ്കര സീരിയസ് ആണ് ഈ സാക്ഷ്യങ്ങൾ. അതുകൊണ്ട് കാര്യം നമുക്ക് സാക്ഷ്യങ്ങൾ എന്താ പറഞ്ഞാൽ മനുഷ്യന്മാർ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിലാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ട് ക്രിസ്തു എല്ലാമാണെന്നുള്ളതാണ്. ക്രിസ്തു എല്ലാമാണ്. അപ്പോൾ അശുദ്ധാത്മാവ് എന്നോട് പല പ്രാവശ്യം വചനത്തിലുള്ളതാണെങ്കിലും എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ട്, നീ ആ മേഖലയിൽ കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു എല്ലാമാണ്. എന്നിട്ട് പറയും എല്ലാവരിലുമാണെന്ന് പറയും. കൊളോസ്യസ് നമുക്ക് എടുത്ത് ആ വചനം എടുത്ത് കൊളോസ്യോസ് 3:11 ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലം ഒന്നും ഇവിടെ ഇല്ല. അതാണ് സ്റ്റാറ്റസിനെ ഇവർ നള്ളിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റാറ്റസിലുള്ള ആൾക്കാരല്ലേ. നമ്മൾ സമുദായത്തിലൊക്കെ ജീവിക്കുമ്പോൾ ബൈബിൾ എങ്ങനെയൊക്കെ വളർന്നാലും ഈ സ്വീകരിക്കേണ്ടത് മനുഷ്യനായത് കാരണം ബൈബിളിൻ്റെ ചിറക് അരിഞ്ഞാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു പക്ഷിയെ വളർത്താൻ വേണ്ടി എടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം എൻ്റെ ചിറക് വെട്ടിക്കണേ. ബൈബിളിൽ നമ്മൾ സ്വീകരിച്ചത് വളർത്തു പക്ഷിയെ പോലെയാണ്. ബൈബിൾ ഭയങ്കര പവർഫുള്ളാണ്. പക്ഷെ നമ്മുടെ ജാതിയും നമ്മുടെ സമുദായവും ഒക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ ബൈബിൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഇവിടെ ഒരു അച്ഛൻ നടന്നു വന്ന്, ഒരു എസ്ചക്കാരൻ, അങ്ങനെ ഓക്സ്ഫോർഡ് പഠിച്ച ആളാണ്. ഓക്സ്ഫോർഡ് പഠിച്ചിട്ട് ഇപ്പോഴ് റോമിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോളേജിൽ. അദ്ദേഹം നല്ല പ്രൊഫസറാണ്. അപ്പം അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഈ മങ്കൊമ്പ് വഴി മഴയത്ത് നടന്ന് വന്ന് കൊന്തയഞ്ചേരിക്കൊണ്ട് മാതാവിൻ്റെ അടുത്ത് ലീവിന് വന്നതാണ് നാട്ടിൽ. എനിക്കാണെങ്കിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു ബഹുമാനം തോന്നി. കാര്യം അദ്ദേഹം ഒരു ഉന്നതമായ നിലവാരത്തിൽ എഡ്യൂക്കേഷൻ ലെവലിൽ ഭയങ്കര ഹൈയാണ്. പല പല ഭാഷകൾ അറിയാം, പക്ഷേ വിശ്വാസത്തിൽ അതിനേക്കാൾ ഹൈയാണ്. വിശ്വാസമുണ്ട്. അന്നേരം ഞാൻ ഇനിയും പറയാം. യേശുവേ സ്തുതി, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഞാൻ കണ്ണൂർ ജില്ലയിലെ കോളയാട് എന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് സെലീന. ഞാൻ ഇവിടെ വന്നത്, നിയോഗമെടുത്തത് കഴിഞ്ഞ ഡിസംബർ 28 അതിന് കാരണം എനിക്ക് 2 മക്കളായിരുന്നു. മോൻ ബാംഗ്ലൂർ വെച്ച് 2017 നവംബർ 6 ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരു ധ്യാനം കൂടാൻ വേണ്ടി പോകുമ്പോൾ 8 മാസം കഴിഞ്ഞപ്പോൾ ഒരു ജൂലൈ 15 ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. അന്ന് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വണ്ടിയുടെ മുകളിൽ ഒരു മരം വീണ് അന്നേരം തന്നെ മകളും മരിച്ചു. പിന്നെ ഞങ്ങൾക്കും ചെറിയ ചെറിയ അപകടമെല്ലാം പറ്റി. എങ്കിലും അതിൽ പിടിച്ചു നിൽക്കുവാൻ ഞങ്ങൾക്കൊട്ടും സാധിച്ചില്ല.
അങ്ങനെയാണ് എൻ്റെ അനുജൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാം, മാതാവ് എല്ലാം നിങ്ങൾക്ക് ശരിയാക്കി തരും. ഞങ്ങൾക്ക് പിന്നെ ജീവിക്കണമെന്ന് പോലും ഞങ്ങൾക്ക് തോന്നിയില്ല. അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത അന്നു മുതൽ എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ജീവിത പങ്കാളിയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥനയിലും 7 മണിയാകുമ്പോൾ തന്നെ സന്ധ്യാപ്രാർത്ഥന ഒരു 1.5 മണിക്കൂർ വരെ ഞങ്ങൾ ചൊല്ലും. എല്ലാം അങ്ങനെ ദൈവം ഒരുപാട് ഞങ്ങളെ പിടിച്ചുയർത്തി. ഞങ്ങളുടെ ശാരീരികമായ എല്ലാ അസുഖങ്ങളും എല്ലാം മാറ്റിത്തന്നു. അതുപോലെ തന്നെ ഭർത്താവിന് 35 വർഷമായി മദ്യപാനവും പുകവലിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, മക്കളും പോയി ഭർത്താവും ഇങ്ങനെ ആയാൽ പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി വെച്ച കാര്യം ഒന്ന് പുതുക്കിയപ്പോഴാണ് മദ്യപാനവും പുകവലിയും നിർത്തിയത്. അതിനുശേഷം എത്ര വർഷമായിട്ടുണ്ടായിരുന്ന മദ്യപാനമായിരുന്നു? അതിനുശേഷം എത്ര വർഷമായിട്ടുണ്ടായിരുന്ന മദ്യപാനമാണ് മാറിയത്? 35 വർഷമായിട്ടുള്ള മദ്യപാനമാണ് ഭർത്താവിന്റെ ഉടമ്പടി നിയോഗം വെച്ചതുപോലെ മാറിയത്. നമുക്കൊന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അങ്ങനെ ഞങ്ങൾക്ക് മാതാവ് യേശു വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാം പറയുവാൻ ഇവിടെ സാധിക്കില്ല. പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനിയൊരു 3 കാര്യം കൂടി സാധിക്കാനുണ്ട്. അത് പരിശുദ്ധ അമ്മയും യേശു വഴി ഞങ്ങൾക്ക് നടത്തി തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനു വേണ്ടിയല്ല, ക്ഷേമത്തിനു വേണ്ടിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ടെൻസി. ഞാൻ ചേരാനൂരിൽ വരുന്നു. 2018 സെപ്റ്റംബർ 20-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. 8 മാസത്തോളം തുടർച്ചയായി ഞാൻ മരുന്ന് കഴിച്ചു. ഒരു തരത്തിലും കുറയുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഇന്നേക്ക് 467 ദിവസമായി. അന്ന് മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ മൈഗ്രെയിൻ്റെ ഗുളിക എനിക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എൻ്റെ മകൻ പഠിക്കാനായിട്ട് ഒരുപാട് മോശമായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ ഒന്നും നടക്കുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒക്ടോബറിൽ ജപമാല റാലിയിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി എല്ലാ വിഷയത്തിനും നല്ല മാർക്കോടുകൂടി എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പാസ്സായി. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇന്നും തലവേദനയായിരുന്നു. 8 വർഷത്തോളമായി ആ തലവേദന മാറുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം സന്ധ്യയ്ക്ക് മാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് വരെ ആ തലവേദന വന്നിട്ടില്ല. പിന്നെ എൻ്റെ സഹോദരൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഭയങ്കര വെറുപ്പും വൈരാഗ്യമൊക്കെ ആയിരുന്നു. അമ്മയെ വിളിക്കണുണ്ടായിരുന്നില്ല. ഗൾഫിലാണ് ആൾ. ഒരു തരത്തിലും അമ്മയോട് സംസാരിക്കില്ല, എന്നോടും സംസാരിക്കില്ല. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വന്ന് പോയി. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടി. അന്ന് മാതാവിൻ്റെ ലോക്കറ്റ് മേടിച്ചിട്ടുപോയി അമ്മയുടെ കഴുത്തിലിട്ട് ഞാൻ പോയി. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ലോക്കറ്റ് ഇട്ട് 5 മിനിറ്റ് തികയുന്നതിന് മുന്നേ എൻ്റെ സഹോദരൻ അമ്മയെ വിളിച്ചു. ഇന്ന് വരെ ഒരു കുഴപ്പമില്ലാണ്ട് എന്നോടും അമ്മയോടും നല്ല രീതിയിൽ പെരുമാറുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മാതാവ് എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. സാക്ഷ്യം പറയാൻ വൈകി. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ സാക്ഷ്യം പറയാൻ വൈകിയതിന് ഈശോയോടും പരിശുദ്ധമ്മയോടും ഞാൻ മാപ്പപേക്ഷിക്കുകയാണ്. എൻ്റെ പേര് ജ്യോതിഷ്. ഞാൻ കാട്ടൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ജനുവരിയിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എൻ്റെ കാലിൽ ഒരു ആണി വന്നിരുന്നു. അത് ആദ്യം എടുത്ത് കളഞ്ഞിരുന്നു. അതിനുശേഷം വീണ്ടും 2 ഭാഗത്തായിട്ട് വീണ്ടും വന്നു. അതിനുശേഷം ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചിരുന്നു. എന്നിട്ട് കാലതാമസം എടുക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് തന്നെ അടന്നുപോയി. രണ്ടാമതായി എൻ്റെ കുഞ്ഞിന് ചുമ വന്നിട്ട് വിട്ടുമാറുന്നില്ലായിരുന്നു. മരുന്ന് കഴിക്കും, വീണ്ടും പിന്നെയും വരും.
അങ്ങനെ മാറി നിൽക്കുമായിരുന്നു. അതും ഉടമ്പടി നിയോഗം വെച്ചതിന് ഫലമായി എനിക്ക് മാറിക്കിട്ടി. പിന്നെ എൻ്റെ പപ്പായ്ക്ക് ഭക്ഷണത്തിൻ്റെ അലർജി ഉണ്ടായിരുന്നു. ഗോതമ്പിൻ്റെയും ആട്ടയുടെയും പൊടി ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴത്തേനും ശരീരം തടിച്ചു പോകുന്നൊരു അസുഖം ഉണ്ടായിരുന്നു. അതും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാറിക്കിട്ടി. പിന്നെ എൻ്റെ ചേച്ചിയുടെ വീട് പണി പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിച്ചു. എനിക്ക് പിന്നെ ഇൻകം ടാക്സിൽ നിന്നൊരു നോട്ടീസ് വന്നിരുന്നു. പിന്നെ ഒരു 50,000 രൂപയോളം ഫൈൻ അടയ്ക്കേണ്ടതായിരുന്നു. അതും ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിശുദ്ധമ്മ എനിക്കത് ഒഴിവാക്കി തന്നു. പിന്നെ ഉടമ്പടിയിൽ വെക്കാതായി എനിക്ക് തുമ്മലെന്ന അലർജി അസുഖം ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുന്ന അസുഖം ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ ഒത്തിരി പേര് നിർബന്ധിച്ചെങ്കിലും പോലും എനിക്കും കഴിക്കാനായിട്ട് തോന്നിയിട്ടില്ല. ഇത്ര അനുഗ്രഹം തന്ന മാതാവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയും.